ഹായ്, ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് അലനും അലന്റെ ഫാദർ ജോസഫേട്ടനുമാണ്. അപ്പോൾ അലനിലേക്ക് 1 year മാസ്റ്റർ ഓഫ് ബിസിനസ് ഇന്നോവേഷൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പഠിക്കാൻ വേണ്ടിയിട്ട് വിസ അപ്രൂവ് ആയിക്കുകയാണ്. നമുക്ക് അലൻ്റെ അടുത്ത് ആളുടെ എക്സ്പീരിയൻസ്, കൗൺസിലിംഗ് തൊട്ട് ന്യൂസിൻ്റെ ട്രാവൽ ചെയ്യാൻ പോകുന്ന ഈ ഒരു നിമിഷം വരെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം. ഹായ് അലൻ, വിസ അപ്രൂവ് ആയിക്കാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എങ്ങനെയുണ്ടായിരുന്നു? എത്ര സമയം എടുത്തു ഈ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ? ഞാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് ചോയ്സ് ക്യാമ്പയിൻസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് അപ്ലൈ ചെയ്തതാണ്. അപ്പം എന്നെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്തു. അപ്പോൾ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി, ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ന്യൂസിലൻഡ് ആയിരുന്നോ ആദ്യം തന്നെ പ്രിഫർ ചെയ്ത കൺട്രി? വേറെ ഏതെങ്കിലും കൺട്രി നോക്കിയായിരുന്നോ? ന്യൂസിലൻഡാണ് ആദ്യം തൊട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, UK അതേപോലെ കാനഡ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണ് ആ കൺട്രി? UK കാനഡ കുറേ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഓരോ ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യുമായിരുന്നു. എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന UK ആൻഡ് കാനഡ. ഓക്കെ, പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അങ്ങോട്ട് പോകാൻ. പിന്നെ ലാസ്റ്റ് ചോയ്സ് ക്യാമ്പയിൻസുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഓക്കെ, ഫാദർ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ നമുക്ക് വരുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് നമ്മുടെ വിസ ഡോക്യുമെന്റേഷൻ പാർട്ടിലാണ്. അതെങ്ങനെയുണ്ടായിരുന്നു? വിസ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷമുള്ള ആ ഒരു പ്രോസസ്സിങ്, വിസ ഡോക്യുമെന്റേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചോയ്സ് ക്യാമ്പയിൻസ് ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. ഓരോരോ കാര്യങ്ങൾ എന്നോട് വിളിച്ച് ചോദിക്കുകയും കൺഫേം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഡിലേ വന്നത് ബാങ്കിലാണ്. ഇവിടുന്ന് ഒരു ഡിലേയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ, എവിടെയാ? കേരളത്തിൽ എവിടെയാ വീട്? തൊടുപുഴ. ഇടുക്കി. ഓക്കെ, അവിടെ ലോക്കലായിട്ട് ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചായിരുന്നോ? അവിടുത്തെ ഇനി ഏജൻസിയിൽ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാതെ വേറെ ഒരിടത്തും ഇല്ല. എല്ലായിടത്തും എൻ്റെ പേരുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇനിഷ്യൽ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് റെഡി ആയിരുന്നു. PT ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഇത്ര ആയിട്ടും എന്തുകൊണ്ടാണ് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ കിട്ടി ചേട്ടാ, ഞാൻ ഇങ്ങനെ കുറേ അന്വേഷിച്ചായിരുന്നു, പക്ഷേ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടൊരു ഓപ്ഷൻ കിട്ടില്ല എന്ന് എനിക്ക് പറഞ്ഞാൽ. ന്യൂസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് ചോയ്സ് ക്യാമ്പയിൻസ് ദ ബെസ്റ്റ് ഡിസിഷൻ. വേറെ ഓപ്ഷനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇതാണ് ലാസ്റ്റ്. ഓക്കെ, ഒരു കമ്പാരിസൺ എപ്പോഴും വരാറുണ്ട്. അതായത് ലോക്കലായിട്ടുള്ള കുറേ ഏജൻസികൾ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറേ ഏജൻസികൾ ന്യൂസിൻ്റെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് അഫോർഡബിലിറ്റി ഭയങ്കര പ്രശ്നമാണെന്ന് പറയാറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 year മാസ്റ്റേഴ്സിന് ഒരു 35 lakhs ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്, ഫീസ് മാത്രം. അപ്പോൾ അലൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? എൻ്റെ കേസിൽ ഞാൻ മാസ്റ്റർ ഓഫ് ബിസിനസ് ഇന്നോവേഷൻ ലീഡർഷിപ്പാണ് എടുത്തത്. അറൗണ്ട് 16 lakhs സംതിങ് ആണ് എനിക്ക് ആയിട്ടുള്ളൂ. പിന്നെ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അത്രയും ഫീസിൽ. പിന്നെ 3 years സ്റ്റേ ബാക്കോട് കൂടി ഇത്രയും ഒരു കോഴ്സ് ന്യൂസിലൻഡിൽ പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് ഓക്കെയാണ്. പിന്നെയുള്ള ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്റ്റുഡൻസ് പറയാറുണ്ട്, അതായത് ന്യൂസിലൻഡിലേക്ക് പോകാൻ വേണ്ടി ഒത്തിരി ഡോക്യുമെന്റേഷൻ വേണം, അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ആണെന്ന് പറയാറുണ്ട്. അതിനെങ്ങനെയാണ് അലന് തോന്നിയത്? എളുപ്പമാണോ, ഡിഫിക്കൽട്ടീസ് ആണോ, അതോ എങ്ങനെയാണ്? ആദ്യം ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. കുറേ ഡോക്യുമെന്റേഷൻ കുറേ ഓടേണ്ടി വരും ഇതിന് വേണ്ടി. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എല്ലാം തന്നെ കറക്റ്റായിരുന്നു. അതായത് നമ്മുടെ ഓഫീസിൽ നിന്ന് സ്റ്റാഫ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അതായത് ഞങ്ങൾ ഒരു 3-4 daysനുള്ളിൽ ഓഫർ ലെറ്റർ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെങ്ങനെയായിരുന്നു? കിട്ടിയിരുന്നോ? അത് ഡിലേ ആയിരുന്നു ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്? ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്ത പിന്നെ എനിക്ക് 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓക്കെ, പിന്നെ ആദ്യത്തെ ഇൻടേക്കിൽ പറ്റിയില്ല. അപ്പം തന്നെ അടുത്ത ഇൻടേക്കിലുള്ള ഓഫർ ലെറ്റർ 2 ദിവസത്തിനുള്ളിൽ അപ്പം തന്നെ കിട്ടി. ഓക്കെ, അതിലും എല്ലാ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഞാൻ ടീമിൻ്റെ അടുത്ത് പറയായിരുന്നു, അതായത് അലൻ ഇടുക്കിയിലാണ്, അപ്പോൾ അങ്കമാലി ഓഫീസിലേക്ക് ഇത്രയും ട്രാവൽ ചെയ്ത് ഫാമിലിയായിട്ട് വരണമെങ്കിൽ അലനെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടുള്ള ക്ലൈൻ്റ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇനി അലൻ ത്രൂ ഞങ്ങൾ കുറേ ഇങ്ങനെ റെഫറൻസ് എക്സ്പെക്ട് ചെയ്യുന്നു. ജോസഫ് ഏട്ടാ, മോനിപ്പോൾ BA ഇംഗ്ലീഷാണ് കഴിഞ്ഞത്, അതായത് ഫ്രഷ് പാസ് ഔട്ട് തന്നെ പറയാം. അപ്പോൾ മോനിപ്പോൾ ന്യൂസിലൻഡിൽ ഈ ഒരു എമൗണ്ട് കൊടുത്ത് പഠിക്കുന്നതിന് നല്ലൊരു ഓപ്ഷൻ ഇന്ത്യയിൽ തന്നെ കിട്ടുമായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയെ പഠിക്കാണ്ട് ന്യൂസിലൻഡ് ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ചത്? ശരിക്കും
ന്യൂസിലൻഡിലാണെങ്കിൽ നല്ല കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അവിടെ കിട്ടും. അതുമൂലം അതിൻ്റെ ഭാവി ശോഭനമാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ സെയിം തന്നെയാണോ? അതായത് BA ഇംഗ്ലീഷ് കഴിഞ്ഞവർക്ക് ഇവിടെ തന്നെ ഹയർ സ്റ്റഡീസ് ചെയ്യായിരുന്നല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ന്യൂസിലൻഡിലേക്ക് ഒരു ഹയർ സ്റ്റഡീസ് നോക്കിയത് മാസ്റ്റേഴ്സിന്റെ? BA ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ചോയ്സ് ക്യാമ്പയിൻസ് ആണ് ബിസിനസ് ഇന്നോവേഷൻ ലീഡർഷിപ്പിന്റെ കോഴ്സിനെ പറ്റി പറഞ്ഞ് അതിനെപ്പറ്റി അറിയുന്നത്. ഞാൻ അത് പഠിച്ച ബിസിനസ്സിലേക്ക് വയ്യ നീങ്ങാന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂസിലൻഡ് പ്രിഫർ ചെയ്ത് കണക്ട് ചെയ്തത്. അപ്പോൾ BA ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരാൾ പിന്നെ നമ്മൾ ഒരു ബിസിനസ് എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയോ? വിസ കിട്ടുമോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരുമോ, എങ്ങനെയായിരിക്കും, ഓഫർ കിട്ടുമോ, അങ്ങനെ ഒരു കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും? ബിസിനസ് അപ്രൂവ് ആകുമ്പോൾ നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം BA ഇംഗ്ലീഷിൻ്റെ വേറൊരു ഫീൽഡാണല്ലോ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടായിട്ട് വിസ കിട്ടുക എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഓക്കെ ആയി. ഇവിടെ നിന്നെല്ലാം ഞാൻ ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് എല്ലാം ഓക്കെ ആക്കി തരുമായിരുന്നു. ഓക്കെ. ഇത് ന്യൂസിൻ്റെ ഒരു അഫോർഡബിൾ ഡെസ്റ്റിനേഷൻ ആണ് തോന്നുന്നുണ്ടോ? ഈ ഇത്രയും 16 ലക്ഷം ഫീസ് മതി എന്നുള്ളൊരു സിറ്റുവേഷൻ നോക്കുമ്പോൾ 16 lakhs എന്ന് പറഞ്ഞാൽ എബ്രോഡ് സ്റ്റഡീസിന് വളരെ കുറവാണ്. എന്നോട് ബാക്കിയുള്ള ഏജൻസിക്കാർ എബോ ഒരു 25 എബോ ആണ് ഓരോ കോഴ്സിനും ഫീസ് പറഞ്ഞത്. പിന്നെ ഇത്രയും ചെറിയൊരു എമൗണ്ട് കിട്ടുന്നതിന് വലിയ കാര്യമാണ്. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ വെച്ച് എഡ്യൂക്കേഷൻ ലോണിന് നമുക്ക് അപ്ലൈ ചെയ്ത് ഈ എമൗണ്ട് നമുക്ക് കണ്ടെത്താം. അതുകൊണ്ട് ബെറ്റർ ഓപ്ഷനാണ്. ഓക്കെ. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ അടുത്ത് എന്താ അതിന് പറയാനുള്ളത് ശരിക്കും? ന്യൂസിലൻഡ് ഒരു ബെറ്റർ ഓപ്ഷനാണ്. ചോയ്സ് ക്യാമ്പയിൻസ് വഴി കണക്ട് ചെയ്ത് ഈ ഒരു കോഴ്സ് അറൗണ്ട് 16 lakhs സംതിങ് കോഴ്സ് ഫീസ് വരുന്നുള്ളൂ. 10 lakhs ലിവിങ് എക്സ്പെൻസും. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. വിസ കിട്ടിയതിന് ശേഷമുള്ള ഒരു ഹാപ്പി മൊമെന്റ് എന്തായിരുന്നു? വിസ കിട്ടിയപ്പം ഇവിടുന്ന് എന്നെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ എന്നെ റിലേറ്റീവ്സിനെ എല്ലാവരും വിളിച്ച് പറഞ്ഞ് ഹാപ്പിയായി. ഒത്തിരി സന്തോഷം. ഫ്രണ്ട്സൊക്കെ അറിഞ്ഞു. ഒത്തിരി എല്ലാവരും ഹാപ്പിയാണ്.